വീഡിയോ എഡിറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് നമ്മൾ മൾട്ടി ക്യാം വർക്കുകൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ്. അതിൽ നമ്മൾ സാധാരണയായിട്ട് ഇവിടെ നോക്കിയേ, ക്യാം 1 ക്യാം 2 എന്ന് പറഞ്ഞ് 2 ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർമലായിട്ടൊരു മൾട്ടി ക്യാം വർക്ക് വരുമ്പോഴത്തേക്കും ഒന്നിൽ മാസ്റ്റർ വീഡിയോയും രണ്ടാമത്തേൽ കാൻഡിഡ് വീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ 2 ഫോൾഡറിൽ നിന്നും വീഡിയോസ് കണ്ടെത്തി സെയിം ടൈമിലുള്ള കാൻഡിഡും മാസ്റ്റർ വീഡിയോ ഒക്കെ മിക്സ് ചെയ്ത് ഓവർലേക്ക് ചെയ്ത് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ ചെയ്യുന്ന ചെറിയൊരു പരിപാടിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഈ രണ്ടാമത്തെ ഫോൾഡർ ഉണ്ടല്ലോ, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കൺട്രോൾ ഞെക്കി പിടിക്കുക. കൺട്രോൾ ഞെക്കി പിടിച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ മുകളിൽ കാണാം, ഇതവിടെ തന്നെ ഉണ്ട്. രണ്ടാമത് ബിൻ സെപ്പറേറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സെപ്പറേറ്റ് ഓപ്പണായ ബിന്നിൻ്റെ ഈ മോൾ ഭാഗം ഞെക്കി പിടിച്ച് ഇനി വലിച്ചുകൊണ്ട് വന്നിട്ട് ഇത് ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ ഈ സൈഡിൽ ബ്ലൂ എത്തും. ഇവിടെ നിന്ന് വിടരുത്, ഈ സൈഡിൽ ഇങ്ങനെ ഒരു ബ്ലൂ കളർ മാറുന്ന കാണാം. നമ്മൾ ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ വരുന്ന ചേഞ്ചാണത്. ഇവിടെ കൊണ്ടുവന്ന് ഈ ചേഞ്ച് വന്നതിന് ശേഷം, ഈ കളർ ചേഞ്ച് വന്നതിന് ശേഷം നമ്മളങ്ങ് മൗസ് പോയിൻ്റ് റിലീസ് ചെയ്യുക. റിലീസ് ചെയ്യുമ്പോൾ വേറൊരു പാനലിൽ അത് ഓപ്പണായി. ഇനി നമ്മൾ ഒന്നാമത്തെ ക്യാം അങ്ങ് ഓപ്പൺ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക നിങ്ങളുടെ ഇഷ്ടത്തിന്. കുറച്ച് ഇങ്ങനെ നീക്കി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വയ്ക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒന്നാമത്തെ ക്യാമറയിലെ വീഡിയോ ഇവിടെയും രണ്ടാമത്തെ ക്യാമറയിലെ വീഡിയോ ഇവിടെയും. ഇനി 3 ക്യാമറ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പ്ലേസ് ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ എഡിറ്റിംഗ് രീതിക്ക് അനുസരിച്ച് മാറ്റിക്കോളാം. ഇനി ഞാൻ എന്ത് ചെയ്യും, ഇതിൽ നിന്നും വീഡിയോ എടുക്കും, ഇതിൽ നിന്നും വീഡിയോ എടുക്കും. നമുക്കിനി പ്രോപ്പറായിട്ട് 2 വീഡിയോയും കണ്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കമൻറ്റ് ചെയ്തോ, നമുക്ക് അതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.